പത്തനംതിട്ട കടമ്മനിട്ടയിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. 2 യുവാക്കൾക്ക് പരിക്കേറ്റു. അപകടം കടമ്മനിട്ട ഐരൂർ റോഡിൽ ഇന്ന് രാവിലെയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുന്നതാണ്. യുവാക്കളുടെ പരിക്ക് എത്രത്തോളമുണ്ട്? മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, പത്തനംതിട്ടയിൽ നിന്നും കടമ്മനിട്ട വഴി ഐരൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കൊന്നമൂട് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ രാവിലെ ഒരു അപകടമുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു നീല നിറത്തിലുള്ള കാർ വലതുഭാഗത്തേക്ക് നീങ്ങിയപ്പോൾ കാറിൽ ഇടിക്കാതിരിക്കാൻ ഇടതുവശത്തേക്ക് മാറ്റുകയായിരുന്നു ഈ ബൈക്കിലെത്തിയ യുവാക്കൾ. പക്ഷേ നിയന്ത്രണം വിട്ട് വലിയൊരു താഴ്ചയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു വീടിൻ്റെ മുറ്റത്തേക്കാണ് ആ വീഴുന്നത്. നമുക്ക് ആ വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. പ്രദേശവാസികളടക്കം പറയുന്നത് ഈ സ്ഥിരം അപകട മേഖലയാണ് ഇതെന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് മറ്റൊരു അപകടത്തിൽ ഈ ഭാഗത്ത് വെച്ച് തന്നെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അപകട സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത്. ഈ അപകടം നടന്നത് 2 ചെറുപ്പക്കാർക്കാണ്, 2 യുവാക്കൾക്കാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ ഒരാളുടെ മൂക്കിൻ്റെ പാലത്തിനടക്കം കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരാൾക്കല്പം ഗുരുതരമായ പരിക്കും ഒരാൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കും ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ നടന്ന അപകടം പിന്നീട് ഈ വീട്ടിലുള്ള ആളുകൾ തന്നെയാണ്, അതുപോലെ തന്നെ വഴിയാത്രക്കാരെല്ലാം തന്നെയാണ് ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിൽ ഒരാളുടെ നില ഞാൻ പറഞ്ഞതുപോലെ അല്പം ഗുരുതരമായ പരിക്കുണ്ട്, മറ്റൊരാൾക്ക് ചെറിയ നിസ്സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും അപകട സാധ്യത മേഖലയാണ് ഈ പ്രദേശം. ആ കാറിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടതുവശത്തേക്ക് മാറ്റുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് താഴെയുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് ഈ ബൈക്ക് പതിക്കുകയായിരുന്നു. സംഗീത. ശരി ശ്രീരാജ്.